Subhanallah walhamdulillah la ilaha illallah. And following our successful prize distribution, we are now moving on to the most inspiring and heart-touching moment of this event. ഇവിടെ നമ്മുടെ കൂടെ ഒരു മിടുക്കനായ പൊന്നോമനുണ്ട്. 10 വയസ്സുകാരനായ അഫിന് ജന്മന സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയാണ്. സ്വന്തമായി പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയില്ലെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ കരുത്തും ഓർമ്മശക്തിയും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ചെറുപ്പം മുതലേ അവൻ്റെ കരച്ചിൽ മാറ്റാനും അസുഖമുള്ള സമയങ്ങളിൽ അവന് കൂട്ടിനുണ്ടായിരുന്നതും കാർട്ടൂണുകളല്ലായിരുന്നില്ല, മറിച്ച് വിശുദ്ധ ഖുർആനായിരുന്നു. അത് കേട്ട് കേട്ട് അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത ഈ 10 വയസ്സുകാരൻ ഖുർആൻ മുഴുവനും തൻ്റെ ഹൃദയത്തിൽ പകർത്തിയിരിക്കുകയാണ്. ഖുർആനിലെ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും അഫിനെ നമുക്ക് ഓതിത്തരും. അവൻ കേട്ടുപഠിച്ച ആപ്പിലെ ബിസ്മി കേട്ടാൽ തന്നെ അത് ഏത് സൂറത്താണെന്ന് പറയാൻ കഴിയും അഫിൻ ഹാദിക്ക്. ആരും പഠിപ്പിച്ചതല്ല, അവൻ സ്വന്തം ശീലിച്ചെടുത്തതാണ് ഈ അത്ഭുത സിദ്ധി. ഇന്ന് നിരവധി വേദികളിൽ അതിഥിയായും വാർത്താ ചാനലുകളിലും ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയയിലും താരമായും അഫിൻ തിളങ്ങുകയാണ്. ശാരീരികമായ പരിമിതികളെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച ഈ കൊച്ചു പ്രതിഭയെ ആദരിക്കുക എന്നത് ഈ വേദിക്ക് തന്നെ വലിയൊരു അഭിമാനമാണ്. അഫിൻ ഹാദിക്കും അവന് എല്ലാ പിന്തുണയും നൽകുന്ന ആ കുടുംബത്തിനും നമുക്ക് വലിയൊരു കയ്യടി നൽകാം. ഈ സ്നേഹോപഹാരം അഫിൻ ഹാദിക്ക് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ സാലിയെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. സർ പ്ലീസ്. All of you give a big round of applause. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനൊന്നും അറിയില്ല. 5 വർഷം മുന്നേ ഞങ്ങൾ ഇവൻ്റെ ചികിത്സ ആവശ്യാർത്ഥമാണ് ഞങ്ങളിവിടെ വളാഞ്ചേരി വന്ന് താമസം തുടങ്ങിയത്. ഞങ്ങൾ മഞ്ചേരിയാണ് വീട്. അവന് സെറിബ്രൽ പാൾസി എന്നുള്ള അസുഖമാണ് ആൾക്കുള്ളത്. 10 വയസ്സായിട്ടുണ്ട്. നമ്മൾ സാധാ മക്കളെ പോലെ ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല. 10 വയസ്സായിട്ടുണ്ടെങ്കിലും ഒരു 4 വയസ്സായ കുട്ടിയുടെ ഐക്യു ആണ് ആൾക്കുള്ളത്. എങ്കിലും മാഷാ അല്ലാഹ് ചെറുപ്പം മുതലേ ഖുർആൻ അവനെ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് ആള് മനഃപ്പാടമാക്കിയിട്ടുണ്ട്. എവിടെ നിന്ന് ചോദിച്ചാലും ചൊല്ലിത്തരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു അഭിമാനമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചു. പിന്നെ ഈ അൽമനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇവൻ്റെ താഴെയുള്ള മോനെ ചേർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ അന്വേഷിച്ചു. അപ്പം അതിൽ നമുക്ക് മതപരമായിട്ടുള്ള കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നൊരു സ്കൂളായിരുന്നു വേണ്ടിയിരുന്നത്. അതിൽ അൽമനാർ നമ്മൾ പ്രതീക്ഷക്കൊത്ത് നിന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് സ്കൂൾ അധികൃതരും എത്തട്ടെ. അതിൻ്റെ മാനേജ്മെൻറ്റിനെയും ടീച്ചേഴ്സിനെയും അഭിനന്ദിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശദ്ദാ വഅല ഫാദി ഉഹമ ബൈനഹും ദല ഉൻതതലം തതയബതു നം മിനല്ലാഹി വലിവന ഫിമാഹും ഫൈബുദു മിൻ അദരിത്തുദു. لو أنزلنا هذا القرآن على جبل هل أرأيته خاشعا متصدعا من خشية الله إن للمتقين مفازا ذاك وأعنابا. നമ്മൾ അഫിന് വെറുതെ ഒരു സ്നേഹോപകാരം കൊടുത്തതല്ല. അഫിൻ്റെ ഒരുപാട് കഴിവ്, 90% ശാരീരിക പരിമിതികളുണ്ടായിട്ടുള്ള ഒരു കുട്ടി ഈ ഖുർആനിൽ ഇത്രയും കഴിവ്. ഇപ്പോൾ പിന്നെ സലാഹുദ്ദീൻ സാർ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ, അതിനൊക്കെ അവൻ ഓതി. അവൻ്റെ ശാരീരിക പരിമിതിയിൽ നിന്നിട്ട് അതൊക്കെ ഓതി എന്നുള്ളത് അൽഹംദുലില്ലാഹ് രക്ഷിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും എല്ലാ കഴിവും ഉണ്ടായിട്ടും തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതെ, അത് നമുക്ക് കണ്ണും കാതും നമ്മൾ ബിസ്മി കേട്ടാൽ അത് ഏതാ സൂറത്തെന്ന് പറയാൻ കഴിയും. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. അപ്പോൾ അത്രത്തോളം അവൻ ആഴത്തിൽ
ഖുർആനെ ആയത്തിലേക്ക് ഇറങ്ങി പഠിച്ചിട്ടുണ്ടെന്നാണ്. ചെറുപ്പം മുതലേ അവർ പിന്നെ നമ്മൾ കളിക്കോപ്പുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ പേരൻസ് അവനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ സന്ദർഭങ്ങളിലേക്ക് ഖുർആൻ കേൾപ്പിക്കലായിരുന്നു. അതുകൊണ്ടാണ് ആ രൂപത്തിലായത്. ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷേ തീർച്ചയായിട്ടും അപ്പോൾ അതിന് പിന്നെ വലിയൊരു ആദരം രക്ഷിതാക്കളും അർഹിക്കുന്നു. അള്ളാഹു അവരെ ഉന്നതിയിലെത്തിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്.